+2 ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ്സിൻ്റെ ലാസ്റ്റ് സെഷനിലൂടെയൊക്കെ എത്തുകയാണ്. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അപ്പോൾ മാക്സിമം പഠിക്കുക, ഒട്ടും സമയം കളയുന്നില്ല. പിന്നെ എനിക്ക് ഈ സമയത്ത് റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ റിലേറ്റീവ്സ്, നിങ്ങളുടെ നെയ്ബേഴ്സ് അവരിലോട്ടൊക്കെ നമ്മുടെ ചാനലൊന്ന് മറക്കാവുന്ന ഷെയർ ചെയ്തേക്കണം. മാക്സിമം ഒന്ന് എല്ലാവരിലോട്ട് എത്തിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് പറ്റുന്നെങ്കിൽ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ മാക്സിമം ഈ വർഷവും നല്ല രീതിയിൽ കൂടെ തരാൻ കഴിഞ്ഞ സന്തോഷമുണ്ട്. മാക്സിമം കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ കൂടെയാണെന്നുള്ളതും തോന്നിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ നിങ്ങൾക്കൊരു മീൻസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഇപ്പം തന്നെ ചെയ്തേക്കണം. കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഒരു ഹൈ ഇടാം. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലാസ് ഇനിയിപ്പം അടുത്ത സെഷനിലോട്ട് കയറും. മീൻസ് അടുത്തടുത്ത ആവശ്യക്കാരിലോട്ട് നമ്മുടെ ക്ലാസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രോബ്ലത്തിലൂടെ കയറാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് വരും, പക്ഷെ ചെയ്യുമ്പോൾ തെറ്റിക്കാതെ എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും ബുദ്ധിമുട്ട്. അപ്പോൾ അതൊന്ന് കണ്ട് നല്ല വൃത്തിയായിട്ട് പോകുക എന്നുള്ളതാണ് ഇന്നത്തെ ലക്ഷ്യം. സ്റ്റാർട്ട് ചെയ്യാം. സോൾവ് ബൈ മെട്രിക്സ് മെത്തേഡ്. 3x - 2y + 3z = 8, 2x + y - z = 1 ആൻഡ് 4x - 3y + 2z = 4. ഓക്കെ, അപ്പോൾ 3 ഇക്വേഷൻസ് ഉണ്ട്. നമുക്ക് ചിലപ്പോൾ ഇത് 2 ഇക്വേഷൻസിൻ്റെ ചിലപ്പോൾ സാധ്യത കുറവാണ്. 3 ഇക്വേഷൻസ് ഉറപ്പായിട്ടും. അതുകൊണ്ട് ഇവനെ തന്നെ പഠിക്കുന്ന 2 ഇക്വേഷൻസും ഉണ്ട് നമുക്ക് പഠിക്കാം കേട്ടോ. പക്ഷെ നിങ്ങളത് പഠിക്കേണ്ടതെന്നാണ്, കാരണം അത് സാധാരണ ഇപ്പോൾ ചോദിക്കാറില്ല. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 3 മെട്രിസസുകളെ അങ്ങോട്ട് ഫോം ചെയ്യുക. എ എഴുതുക, നെക്സ്റ്റ് ബി എഴുതുക, നെക്സ്റ്റ് എക്സ് എഴുതുക. ഇതാണ് നമ്മുടെ ആദ്യത്തെ ജോലി. ഓക്കെ, എ എന്ന് പറഞ്ഞാൽ ഈ എക്സിൻ്റെയും വൈയുടെയും കൂടെയൊക്കെ കിടക്കുന്ന നമ്പറുകൾ. ഇവിടെ 3 - 2 3 ആണല്ലോ. സൈനോട് കൂടി എടുക്കണേ. 3 - 2 3. അടുത്തത് എക്സിൻ്റെ ഇവിടെ കണ്ടോ 2. ഇവിടെ ആരും ഇല്ലെങ്കിൽ 1, ഇവിടെ -1. അപ്പം 2 1 -1. ലാസ്റ്റിൽ 4 - 3 2. ഓക്കെ, 4 - 3 2. ബി എന്ന് പറഞ്ഞാൽ ഈ 3 നമ്പേഴ്സാണ് 8 1 4. ഓക്കെ, എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ് വൈ ഇസഡ്. ആദ്യത്തെ പണിയായി. നെക്സ്റ്റ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ്. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ, ഞാൻ ഇനി പ്രത്യേകിച്ച് അതിന് ഡിറ്റർമിനൻ്റ് സൈൻ ഇടുന്നില്ല, അങ്ങ് കണ്ടുപിടിക്കുകയാണ്. ഡിറ്റർമിനൻ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോ നോക്കിക്കേ. 3 - 2 3 അല്ലേ. ഈ 3 നമ്പർ തുടങ്ങുന്ന 3 ബ്രാക്കറ്റ് 3യിൽ തുടങ്ങുന്നത്, സൈൻ മാറ്റുമ്പോൾ +2ൽ തുടങ്ങുന്നത്, പിന്നെയും +3ൽ തുടങ്ങുന്നത്, ഇങ്ങനെ 3 ബ്രാക്കറ്റുകളാണ്. 3 ഇൻറ്റു എന്ന് പറയുമ്പോൾ 3 കണ്ടെന്ന് റോയും പോയി കോളം വന്നിട്ട് ഈ 4 പേരെയാണ് എടുക്കേണ്ടത്. 1 × 2 2 -3 × -1 3 ആണ് കേട്ടോ. അത്രമേ ഉള്ളൂ. നെക്സ്റ്റ് +2 ഇൻറ്റു എന്ന് പറയുമ്പോൾ 2 × 2 4 -4 × -1 -4. നെക്സ്റ്റ് 3 ഇൻറ്റു എന്ന് പറയുമ്പോൾ 2 × -3 -6 -4 × 1 4. ഇത്രയാണ് ആൻസർ. വരുമ്പോൾ നോക്കിക്കേ 2 - 3. വാട്ട് ഈസ് 2 - 3? -1 ആണല്ലേ. അപ്പോൾ 3 × -1 -3. അടുത്ത 4 - -4 4 + 4 8. ഈ ഇവിടെ അപ്പോൾ 8 വരും. അപ്പോൾ 2 × 8 എത്ര? 16 കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു പോയാൽ നമുക്ക് ഒരു സ്റ്റെപ്പ് ഒത്തിരി എഴുതുന്നൊന്നും ലാഭിക്കാം. -6 - 4 -10 ആണ്. -10 × 3 -30. ഓക്കെ, ഇതെല്ലാം കൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 16 - 33 -17 ആൻസർ. ഓക്കെ, ഡിറ്റർമിനൻ്റ് ഓഫ് എ കിട്ടി. നെക്സ്റ്റ് നമ്മുടെ പണി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോഫാക്ടറിനെ കണ്ടുപിടിച്ച് കോഫാക്ടർ മെട്രിക്സ് എഴുതുക. അവിടെയാണ് നിങ്ങളുടെ ജോലി. ഓക്കെ, അപ്പോൾ അതിനുള്ള മെത്തേഡ് പറയാൻ പോകണം, ശ്രദ്ധിക്കുക. നമ്മൾ 4 ടൈംസ് ഇതിനെ എഴുതണം. ഓക്കെ, ഞാൻ തുടങ്ങാൻ പോവാണ് ജോലി കേട്ടോ. 3 - 2 3 2 1 -1 4 - 3 2. ദാറ്റ് ഈസ് അടുത്തത് 3 - 2 3 2 1 -1 4 - 3 2. ഇതിലൊക്കെ എളുപ്പം എഴുതാം, പക്ഷേ അന്നേരം അത് ഓർക്കത്തില്ല. ഇതാകുമ്പം ഒറ്റയടിക്ക് ഓർക്കാൻ പറ്റും. 4 ഇത്രയും നമുക്ക് വലുതായിട്ട് എഴുതാതെ തന്നെ ചെയ്യാനൊക്കെ പറ്റും, പക്ഷേ അത് ഓർക്കില്ല. അതുകൊണ്ടാണ് ഈ 4 ടൈംസ് തന്നെ അങ്ങ് എഴുതുന്നത് കേട്ടോ. ദാറ്റ് ഈസ് 3 - 3 2 1 -1 4 - 3 2. പിന്നെ അത് തന്നെയാണ് 3 - 2 3 2 1 -1 4 - 3 2. ഓക്കെ ആണല്ലേ. അപ്പോൾ ഇനി നമ്മുടെ പണി എന്താണ്? ഇതിനെ നമ്മളങ്ങോട്ട് ബോർഡർ ലൈൻ അങ്ങോട്ട് വെട്ടിക്കളയണം. ഓക്കെ, വേണ്ടേ, ബോർഡർ ലൈൻ ക്യാൻസലാക്കി കളഞ്ഞു. ഇനി നിങ്ങൾ 4 പേരെ കാണണം. ഒന്നാമതുണ്ട് ഈ 4 പേര് കേട്ടോ. ഈ 4 പേരെ, പിന്നെ ഈ 4 പേരെ, പിന്നെ ഈ 4 പേര്, അങ്ങനെ 4 പേരെ വെച്ച് കണ്ട് കോഫാക്ടർ മെട്രിക്സ് ഒക്കെ ഫോം ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടോട്ടൊക്കെ ചെയ്യാം. കോഫാക്ടർ മെട്രിക്സ് ആണ് കേട്ടോ. കോഫാക്ടർ മെട്രിക്സ് ഈക്വൽ ടു കോഫാക്ടർ മെട്രിക്സ് എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കണം. ആദ്യത്തെ നോക്കണേ,
ഈ 4 പേര് എടുക്കണം. അപ്പോൾ ഇത് ഈ ബോർഡർ ലൈൻ വെട്ടിക്കളഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് ഇത്രയിനുള്ളിലാണ് പരിപാടി കേട്ടോ. ഇത്രയിനുള്ളിലാണ് സംഭവം. അപ്പോൾ നോക്കിക്കോണേ, ആദ്യം ചെയ്യേണ്ടത് 1 × 2 2 മൈനസ് -3 × -1 -3 തന്നെ കേട്ടോ. അപ്പോൾ ഇവിടെ എടുത്ത ഒരു മൈനസേ ഉള്ളൂ. എന്തുവാ 1 × 2 2 മൈനസ് -3 × -1 എന്ന് പറയുമ്പോൾ 3 ഉള്ളൂ. അപ്പോൾ എക്സ്ട്രാ മൈനസ് ഒന്നുമില്ല, മൈനസ് ചെയ്യാനുള്ള മൈനസേ ഉള്ളൂ. എപ്പോഴും ഈ പ്രോഡക്റ്റ് ചെയ്യുന്ന ഈ പ്രോഡക്റ്റിനെ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കുറയ്ക്കേണ്ട മൈനസ് വന്നു. ഇപ്പോൾ 2 - 3 എത്ര കിട്ടി? -1. അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് അടുത്ത 4 പേരെയാണ് കേട്ടോ. ഈ 4 പേരെയാണ്. അപ്പോൾ -1 × 4 -4 -2 × 2 4. ആൻസർ ഈസ് -4 -4 -8. കാൽക്കുലേറ്ററിനെ യൂസ് ചെയ്തോണം കേട്ടോ. ലാസ്റ്റ് ഇതാകുമ്പോൾ 2 × -3 -6 -4 × 1 4. ആൻസർ ഈസ് -10. അപ്പോൾ ഫസ്റ്റ് റോ കിട്ടി. ഇനി തൊട്ട് താഴോട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താണ്? ഈ 4 പേരെ, ഈ 4 പേരെ, ഈ 4 പേരെ. അടുത്ത തൊട്ട് താഴോട്ടിറങ്ങി ഈ 4 പേരെ എടുക്കേണ്ടത്. -3 × 3 -9 -2 × 2 -4. അപ്പോൾ +4 ആയിക്കൊണ്ട് ആൻസർ ഈസ് -5. നെക്സ്റ്റ് അപ്പോൾ ഇവിടെ നമ്മൾ നെക്സ്റ്റ് ഇവിടെ തൊട്ടുകൊണ്ട് ഈ 4 പേര് 6 - 12 കേട്ടോ. 6 - 12 -6. ഓക്കെ. ഇവിടെ ആകുമ്പോൾ 4 × -2 -8 -+9. ആൻസർ +1 കേട്ടോ. 4 × -2 -8 -9 +9. ആൻസർ ഈസ് 1. ലാസ്റ്റ് താഴോട്ട് ഇവിടെ എത്തി. അപ്പോൾ ഈ 4 വരുമ്പോൾ -2 × 1 2 അവിടെ 2 മൈനസ് ഉണ്ട്. 2 മൈനസ് പ്ലസ് ആയതുകൊണ്ടാണ് -2 × -1 2 ആയത് -3. 2 - 3 എത്രയാണ്? -1. ഇവിടെ വരുമ്പോൾ 3 × 2 6 -3 -1 × 3 -3. ആൻസർ ഈസ് 9. ലാസ്റ്റ് ഇവിടെ വരുമ്പോൾ 3 × 1 3 -2 × -2 -+4. ആൻസർ ഈസ് 7. ഓക്കെ. അപ്പോൾ എല്ലാം കിട്ടി. നമുക്ക് എല്ലാവരും കിട്ടി. എല്ലാം കൊണ്ട് ഇനി കൊണ്ട് കോഫാക്ടർ മെട്രിക്സ് എഴുതാം. ഞാൻ ഇവിടോട്ടൊക്കെ എഴുതാം. ബാക്കി ലാസ്റ്റിൽ അവിടെ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ കോഫാക്ടർ മെട്രിക്സ് കിട്ടി. നെക്സ്റ്റ് ആരെ എഴുതണം? അഡ്ജോയിൻറ്റ്. അഡ്ജോയിൻറ്റ് എഴുതാമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാ റോ എടുത്ത് കോളം ആക്കണം. -1 -8 -16. അടുത്തത് -5 -6 +1 -1 9 7. ഓക്കെ. അപ്പോൾ നമുക്ക് ആരെ കിട്ടി? അഡ്ജോയിൻറ്റ് കിട്ടി. ഇച്ചിരി മേനക്കേടാ ഇല്ലയോ? കുഴപ്പമില്ല, വലിയ മാർക്കിൻ്റെ ഇല്ലയോ. നെക്സ്റ്റ് എ ഇൻവേഴ്സ്. എ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ഈ അഡ്ജോയിൻറ്റിനെ ഡിറ്റർമിനൻ്റ് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ. അപ്പം വേണ്ട ഒരു ബൈ ഇട്ടുകൊണ്ട് -17. അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാം കേട്ടോ. അഡ്ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടം വരെ. എ ഇൻവേഴ്സ് ആകുമ്പോൾ ഇതേ ബൈ -17. അപ്പോൾ നമുക്ക് എ ഇൻവേഴ്സ് വരെ ആയി. അപ്പോൾ നമുക്ക് ഇത്രയുമാണ് ഇതിൻ്റെ നിങ്ങൾക്ക് ഏറ്റവും മെയിനായിട്ടുള്ളൊരു സംഭവമായിരുന്നു. ഇവിടെയാണ് നിങ്ങൾക്ക് തെറ്റാതിരിക്കേണ്ടത് കേട്ടോ. ലാസ്റ്റ് ഇനി നമുക്ക് ലാസ്റ്റ് സോൾവിങ് ആണ്. therefore x = a ഇൻവേഴ്സ് × b. and ഈ കിട്ടിയത് അങ്ങോട്ട് എഴുതാം. -1 -5 -1 -8 -6 9 and -16 1 7 divided by -17 into b. b എന്ന് പറഞ്ഞാൽ നമ്മൾ വേണ്ടത് 814. ഓക്കെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഒന്ന് റോ വൈസ് ആയിട്ടൊക്കെ ഒന്ന് ഡിവൈഡ് ചെയ്യാം. കണ്ടല്ലോ. എന്നിട്ട് അങ്ങോട്ട് ഇൻറ്റു ചെയ്യാൻ പോവാണ്. ശ്രദ്ധിച്ചോണേ. ഇൻറ്റു ചെയ്യുമ്പോൾ ആൻസർ എഴുതുന്നത് ഈ 3 പേരും കൊണ്ട് ഈ 3 പേരെ ഇങ്ങനെ വളഞ്ഞ് ഇതിലിങ്ങനെ വരണം കേട്ടോ. -1 × 8 -8 പ്ലസ് -5 × 1 -5 പ്ലസ് -1 × 4 -4. ഫസ്റ്റ്. അടുത്ത -8 × 8 -64 പ്ലസ് -6 × 1 -6 പ്ലസ് 9 × 4 36. ഓക്കെ. ശരിയാണെന്ന് തോന്നുന്നു. കറക്റ്റാണ്. അടുത്ത -16 × 8 -16 × 8 എന്ന് പറയുമ്പോൾ 48 128 കേട്ടോ. മൈനസ് നോക്കിക്കോണം. കറക്റ്റാണ്. ശരി. അടുത്ത 1 × ഇതേ ഇൻറ്റു ഇത്. അടുത്ത ഇതേ ഇൻറ്റു ഇത്. 1 × 1 1 പ്ലസ് 7 × 4 28 ബൈ -17. ഓക്കെ. ആൻസർ വരുമ്പോൾ -8 -5 -4 എല്ലാം മൈനസ് ആണെങ്കിൽ കൂട്ടിയ ശേഷം ഒരു മൈനസും കൊടുത്തേക്കണം. ഇപ്പോൾ 8 × 4 13 17 -17 കേട്ടോ. -17. അടുത്തത് മൈനസ് ഇത് രണ്ടോട് ചേരുമ്പോൾ -70 ഉണ്ട്. പ്ലസ് 36 ആകുമ്പോൾ -34 ആണ് കേട്ടോ. ലാസ്റ്റിൽ ഇതൊരു 29 ഉണ്ട്. ഇവിടെ ഒരു പ്ലസ് ഉണ്ടല്ലോ അല്ലേ. ഓക്കെ. അപ്പോൾ നമുക്ക് 28 128 100 അവിടെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടല്ലോ. 128 28 100 -100 ആകുമ്പോൾ 91. അപ്പോൾ നമുക്ക് 51 വരാൻ പാടുള്ളൂ. അപ്പം ആ 16 എന്നുള്ളത് എവിടെയോ ഞാൻ നോക്കി എഴുതിയതിനുള്ളിൽ തെറ്റ് വല്ലതും ഉണ്ടോ നോക്കിയോട്ടെ. 16 കിട്ടിയിട്ടുണ്ടോ നോക്കിയിട്ട്.
16 ഇവിടെ വന്നേക്കുന്നത് -16. ഇവിടെ ആണ് കുഴപ്പം. -16 വരാൻ സാധ്യതയില്ല. നോക്കട്ടെ. -16 വന്നത് ഉണ്ട് ഇവിടെ നിന്നായിരുന്നു. 2 × 1 അല്ല ഇവിടെ ഇവിടെ ഒന്നും ഇല്ലായിരുന്നല്ലോ. 16 -10 ആയിരുന്നു അല്ലേ? ഇവിടെ -10 ആയിരുന്നു. ഞാനത് എഴുതി വെച്ചേക്കുന്നത് 16 ആണ് എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. 10 ആയിരുന്നു. ഓക്കെ, അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ -80 വരത്തുള്ളൂ കേട്ടോ. ഓക്കെ, -80 + 1 28. അപ്പോൾ ആൻസർ ഇവിടെ വരുന്നത് -51 ആണ് ബൈ -17. ഓക്കെ, അപ്പോൾ 1 2 3 ഡിവൈഡ് ചെയ്യണേ. -17 ബൈ -17 1, -34 ബൈ ഇത് -51 ബൈ -17 ആൻസർ 3. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു ഇവിടെ കേട്ടോ. ഇവിടെ 10 ഉള്ളായിരുന്നു. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ, പരിപാടി തീർന്നു. അപ്പോൾ ഇത്രയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്? A എഴുതുക, B എഴുതുക, X എഴുതുക, ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുക, കോഫാക്ടറിന് വേണ്ടി 4 ടൈംസ് എഴുതുക, നമ്മുടെ ബോർഡർ ലൈൻ വെട്ടിക്കളയുക, എന്നിട്ട് 4 പേരുള്ള ബോക്സ് വെച്ചുകൊണ്ട് ഇങ്ങനെ ഇതെല്ലാം കണ്ടുപിടിക്കുക, എന്നിട്ട് അഡ്ജോയിൻ്റ് എഴുതാൻ ഇതിൻ്റെ റോ എല്ലാം എടുത്ത് കോളമാക്കുക, എന്നിട്ട് A ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ആ കിട്ടുന്നതിൻ്റെ ഒരു -7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് X = A ഇൻവേഴ്സ് B ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതങ്ങോട്ട് അടിപൊളിയായിട്ട് ചെയ്യുക. എക്സാമിന് വേണ്ടി ഉറപ്പുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും മാക്സിമം നിങ്ങൾക്ക് ഇത് വേണ്ട ആൾക്കാരെയൊക്കെ അറിയാം. അപ്പോൾ അവരിലോട്ടൊക്കെ ഓരോരുത്തരും കാണുന്നവരെ ഷെയർ ചെയ്യാം. ഇതിൻ്റെ ഒരു ഗുണം നിങ്ങൾക്ക് എക്സാമിന് കിട്ടുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ ഒരു അനുഗ്രഹം നമ്മുടെ നിന്നും കാണും. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ കൂടെ പഠിക്കുക. നമ്മുടെ ചാനൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുകളിലോട്ട് നിങ്ങളുടെ താഴേക്കൂടെയുള്ള കുട്ടികളിലോട്ടും ഒന്ന് ഷെയർ ചെയ്യുക. ഗുഡ് ബൈ, എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്.